Hi coders, welcome to Techflix AI YouTube channel. So ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ബിഗിനർ ലെവലിൽ നിന്ന് ഗിറ്റ് ആൻഡ് ഗിറ്റബ് ആണ്. സോ വെദർ യു ആർ പൈത്തൺ ഡെവലപ്പർ, നോഡ്.js ഡെവലപ്പർ, റിയാക്ട് ഡെവലപ്പർ, ഫ്ലട്ടർ ഡെവലപ്പർ, എന്ത് ഡെവലപ്പർ ആയിക്കോട്ടെ, ഒരു ഡെവലപ്പറിന് എസെൻഷ്യലായി അറിഞ്ഞിരിക്കേണ്ട ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ആണ് നമ്മുടെ ഈ ഗിറ്റും ഗിറ്റബും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഗിറ്റും ഗിറ്റബും പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്തിനാണ് ഗിറ്റും ഗിറ്റബും പഠിക്കുന്നത്, ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. പ്ലസ് നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ എൻറ്റയർലി പ്രാക്ടിക്കൽ സെക്ഷൻസ് മാത്രമേ ഉള്ളൂ, തിയറീസ് കുറവാണ്. സോ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ കഴിയുന്നതിന് സമയത്ത് എങ്ങനെ ഗിറ്റബിലേക്ക് കോഡ് പുഷ് ചെയ്യണമെന്നും എങ്ങനെ ഗിറ്റിൽ മാസ്റ്റർ ആവണമെന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള നോളജ് കിട്ടുന്നതാണ്. ഐ ആം ഗ്യാരണ്ടീഡ്. ഓക്കെ, സോ അതിനൊക്കെ മുന്നേ നിങ്ങൾ എന്താണ് ഗിറ്റ് ഗിറ്റബ് എന്ന് അറിഞ്ഞിരിക്കുക. ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളുടെ കയ്യിലൊരു ലാപ്ടോപ്പ് ഉണ്ട്, നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ആലോചിക്കുക. ലൈക്ക് നിങ്ങളൊരു റിയാക്ട് പ്രൊജക്റ്റോ പൈത്തൺ പ്രൊജക്റ്റോ നോട്ട് പ്രൊജക്റ്റോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കലാണ്. സോ ഇൻ കേസ് നിങ്ങൾ ആ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് താഴെ വീണ് പൊട്ടി. സോ പൊട്ടിപ്പോയി, നിങ്ങൾക്ക് നാളെ പ്രൊജക്റ്റ് സബ്മിഷൻ ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു സിനാറിയോ. രണ്ടാമത്തെ സിനാറിയോ, നിങ്ങളെ ലാപ്ടോപ്പ് കത്തിപ്പോയി, പ്രൊജക്റ്റ് നഷ്ടമായി, എന്ത് ചെയ്യും? മൂന്നാമത്തെ സിനാറിയോ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പിലെ പ്രൊജക്റ്റ് അഥവാ അറിയാണ്ട് നിങ്ങളെ ചങ്ങായിയോ അല്ല നിങ്ങളെ അനിയന്മാരോ വന്ന് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്ത് പോയി, റീസൈക്കിൾ ബിന്നിൽ കിടക്കുമെങ്കിലും അതും ഡിലീറ്റ് ചെയ്ത് പോയി. സോ വേറെ ഒരു സിനാറിയോ ഇത്. സോ അങ്ങനെ നിങ്ങളെ അറിയാണ്ട് നിങ്ങളെ കയ്യിലെ ലോക്കലി നിങ്ങളെ ലാപ്ടോപ്പിലുള്ള അല്ലെ സിസ്റ്റത്തിലുള്ള പ്രൊജക്റ്റ് ഇല്ലാണ്ടായിപ്പോയി, എന്ത് ചെയ്യും? സോ അന്നേരമാണ് നമ്മുടെ ഈ പവർഫുൾ ആയിട്ടുള്ള ഗിറ്റും ഗിറ്റബിന്റെ യൂസേജ് വരുന്നത്. സോ ഗിറ്റ് വെച്ചിട്ട് നിങ്ങളുടെ ലോക്കലി നിങ്ങളുടെ സിസ്റ്റത്തിൽ നടക്കുന്ന സാധനങ്ങൾ ചേഞ്ചസ് ഒക്കെ ട്രാക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഗിറ്റബ് എന്നുള്ള ഒരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ആ ഒരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ എൻറ്റയർലി കോഡ് മൂവ് ചെയ്യാം, പുഷ് ചെയ്യാമെന്നാ പറയാം. കോഡ് പുഷ് ചെയ്യാം ഗിറ്റബിലേക്ക്. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് കത്തിപ്പോയാലോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടാലോ വീണ് പൊട്ടിയാലോ എന്തായാലും നിങ്ങൾക്ക് വേറൊരു സിസ്റ്റത്തിൽ നിന്ന് നിങ്ങളുടെ എൻറ്റയർലി കോഡ് ഗിറ്റ് ഹബ് വഴി നിങ്ങൾക്ക് എടുക്കാം. ക്ലോൺ ചെയ്തെടുക്കാന്ന് അതിന് പറയാം. ഓക്കെ, ക്ലോൺ ചെയ്തെടുക്കാം, കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വേറെ ഏത് സിസ്റ്റത്തിലും അത് കോഡ് റൺ ചെയ്യാം. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്, അതായത് കംപ്ലീറ്റ് ആയിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പോകുന്നത് രണ്ട് ടോപ്പിക്സ് ആണ്. ഒന്നാമത്തെ ടോപ്പിക്സ് നമ്മൾ എങ്ങനെ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഗിറ്റബ് അക്കൗണ്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ അതിനുശേഷം ഗിറ്റും ഗിറ്റ് ഹബ് അക്കൗണ്ടും കൂടി എങ്ങനെ കണക്ട് ചെയ്യാമെന്നും കൂടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വിത്തൗട്ട് ഫർദറിലെ നമുക്ക് ഗിറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം നോക്കാം. സോ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നിങ്ങളുടെ ലാപ്ടോപ്പ് കത്തിപ്പോയാൽ നിങ്ങളെ പ്രൊജക്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. സോ അത് മാത്രമല്ല, ഗിറ്റിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് യൂസേജസ് ഉണ്ട്. സോ അത് നിങ്ങൾക്ക് ജസ്റ്റ് ട്യൂട്ടോറിയൽസ് കുറച്ചും കൂടി നിങ്ങൾ പഠിച്ചു വരുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് സെറ്റാക്കി തരുന്നതാണ്. ഓക്കെ, അതൊന്നും ആലോചിച്ച് നിങ്ങളിപ്പോൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ ആസ് യൂഷ്വൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ ഈ ഒരു ഗിറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ക്രീനിലാണ് വരിക. സോ നിങ്ങളുടെ സിസ്റ്റം വിൻഡോസ് സിസ്റ്റം 32 ബിറ്റ് ആണോ 64 ബിറ്റ് ആണോ നോക്കിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. സോ എങ്ങനെയാണ് 32 ബിറ്റ് 64 ബിറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ റിയാക്റ്റിൻ്റെ ഒരു ലേൺ റിയാക്ട് ഇൻ 15 days എന്നുള്ള ഒരു സീരീസ് ഇട്ടിട്ടുണ്ട്. അതിൽ ഡേ 1 വീഡിയോയിൽ ഞാൻ സെറ്റിങ്സിൽ പോയിട്ട് കുറച്ച് നമ്മുടെ സിസ്റ്റം സ്പെസിഫിക്കേഷൻ നോക്കേണ്ട ഒരു കാര്യം പോർഷൻ ഉണ്ട്, ജസ്റ്റ് അതൊന്ന് റെഫർ ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ 32 ബിറ്റ് ആണോ അല്ലെങ്കിൽ 64 ബിറ്റ് ആണോ നോക്കിയിട്ട് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ അത് അപ്പോൾ ഇവിടെ ഒരു ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആവുന്നതാണ്. സോ ഓക്കെ, സോ നിങ്ങൾ ഈ വിൻഡോസിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. സോ ലിനക്സിൻ്റെയും മാക്കിൻ്റെയും കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഓക്കെ, സോ ഇത് ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഇൻസ്റ്റാളേഷൻ അതായത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ ഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് ആയത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണും. സോ ജസ്റ്റ് ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ജസ്റ്റ് എസ് അടിക്കുക. സോ ഒരു വിൻഡോ കൂടി ഓപ്പൺ ആയി വരും. രണ്ടെണ്ണം അടിച്ചുകൊണ്ട് രണ്ടെണ്ണം വരും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ നമുക്ക് ഒന്നേ വേണ്ടു. ഓക്കെ, ഇപ്പോൾ ഒറ്റൊന്ന് വന്നിട്ടുണ്ട്. സോ ഇതാണ് ആ ഒരു ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരിക. സോ ജസ്റ്റ് നമ്മൾ
ഒന്ന് വായിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. സോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗിറ്റിന് വേണ്ടിയിട്ടുള്ള പാത്താണ്, അത് ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. ഓൾറെഡി ഗിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാം ഫയൽസ് പോയിട്ട് ഗിറ്റ് ഓൾറെഡി നിങ്ങൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നതാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തന്നെ വരുമോ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചാൽ മതി. ഓക്കെ, സോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഐക്കൺസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഡെസ്ക്ടോപ്പിൽ കാണിക്കണമെങ്കിൽ. സോ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്താൽ മതി. സോ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, കൊടുക്കാതെ കൊടുത്തു, നെക്സ്റ്റ് കൊടുക്കുക, ഒന്നും ചെയ്യണ്ട, നെക്സ്റ്റ് 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 നെക്സ്റ്റ്. ഓക്കെ, സോ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആവുന്നതാണ്. സോ നമ്മുടെ ഗിറ്റ് നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ആവുന്നതാണ്. സോ ഓക്കെ, സോ ഈ ഒരു ടൈമിനുള്ളിൽ ഇൻസ്റ്റാൾ ആയിക്കോട്ടെ. സോ നമ്മൾ ഗിറ്റ് ഹബിൻ്റെ രണ്ടാമത്തെ ഒരു ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗിറ്റ് ഹബിൻ്റെ ഒഫീഷ്യലായുള്ള വെബ്സൈറ്റിലാണ് എത്തുക. സോ നമുക്കിനി ഗിറ്റ് ഹബ് അക്കൗണ്ട് വേണം. ഗിറ്റ് ഹബ് പോലെ തന്നെ ഒരുപാട് കോഡ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ എന്തിനാണ് ഗിറ്റ് ഹബ് എന്ന് വെച്ചാൽ കൂടുതലായിട്ട് പോപ്പുലർ ആയിട്ട് കമ്പനീസ് യൂസ് ചെയ്യുന്നത് ഗിറ്റ് ഹബ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഗിറ്റ് ഹബ് പ്രിഫർ ചെയ്തത്. ഓക്കെ, സോ ഗിറ്റ് ലാബ് അങ്ങനെ ഒരുപാട് സോഴ്സസ് ഉണ്ട്. സോ നമുക്ക് ഗിറ്റ് ഹബ് ആണ് ഈ ഒരു ട്യൂട്ടോറിയൽ മേജറായിട്ട് പഠിപ്പിക്കുന്നത്. സോ ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയാം. സോ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ജസ്റ്റ് ഫിനിഷ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ക്ലോസ് ആയിക്കോളും. ഓക്കെ, സോ ഇതൊന്നും കാര്യമാക്കണ്ട. ഓക്കെ, സോ ഗിറ്റിൻ്റെ കാര്യം നമ്മൾ കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ടുണ്ട്. സോ ജസ്റ്റ് 64-bit ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് exe ഫയൽ വരും, അത് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും നെക്സ്റ്റ് അടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഗിറ്റ് സെറ്റായി. ഇനി നമുക്ക് ചെയ്യാൻ പോകേണ്ടത് ഗിറ്റ് ഹബ് ആണ്. ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ സൈൻ ഇൻ അടിക്കുക, അല്ലാത്തവരാണെങ്കിൽ സൈൻ അപ്പ് അടിക്കുക. ഓക്കെ, സൈൻ അപ്പ് അടിച്ചിട്ട് നിങ്ങൾ ഇമെയിൽ അടിക്കേണ്ട ഒരു ഫീൽഡ് വരും. സോ ജസ്റ്റ് ഞാനൊരു ടെമ്പററി ഇമെയിൽ കൊടുക്കാം. എന്തുകൊണ്ടാണ് ഒറിജിനൽ ഇമെയിൽ കൊടുക്കാതെന്ന് വെച്ചാൽ നിങ്ങളെ ഇടയിൽ ആരെങ്കിലും ഹാക്കേഴ്സും കാറ്റുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് എടുത്ത് കൊണ്ടുപോകും. സോ അതുകൊണ്ടാണ് ടെമ്പററി ഇമെയിൽ കൊടുക്കുന്നത്. സോ ജസ്റ്റ് ഒരു പാസ്വേഡ് കൊടുക്കാം. ഓക്കെ, പാസ്വേഡ് കൊടുത്തു. ഓക്കെ, ഇത് 8 പാസ്വേഡും ഒരു ക്യാപിറ്റൽ ലെറ്ററും പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും പിന്നെ ഒരു നമ്പേഴ്സും കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് അടിപൊളിയായിട്ട് കാണിക്കും. സോ പിന്നെ ഒരു യൂസർ നെയിം കൊടുക്കാം. സോ എൻ്റെ പേര് ജിഷ്ണു കോഡർ എന്നുള്ള നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം കൊടുക്കാം. സോ ഈ ഒരു ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങളെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. ഓക്കെ, പിന്നെ ഈ ഒരു പാസ്വേഡിൽ നിങ്ങളെ കറക്റ്റ് പാസ്വേഡ് കൊടുക്കണം. പിന്നെ ഇത് ഞാൻ കൊടുത്ത പോലെ ഏതെങ്കിലും ടെമ്പററി കൊടുക്കാൻ പാടില്ല, നിങ്ങൾ തന്നെ കറക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒഫീഷ്യൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, ജിഷ്ണു കോഡർ 123 കൊടുക്കാം. ഓക്കെ, അതുണ്ട്, ഈ അവൈലബിൾ ആണെന്ന് കാണിക്കും. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങളെ പേര് കൊടുക്കുക, യൂസർ നെയിം. സോ അതിനുശേഷം വീഡിയോയിലേക്ക് റിസീവ് അനൗൺസ്മെൻറ്റ് വിയ ഇമെയിൽ വേണ്ട, ആവശ്യമില്ല, നിങ്ങളെ സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ല. അവർ അനൗൺസ്മെൻറ്റ് തരണമെന്ന് ചോദിച്ചത്, വേണ്ട, നമുക്ക് കൊടുക്കണ്ട. ഇനി കുറച്ച് ഗെയിമെല്ലാം കളിക്കാനുണ്ട്. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ റോബോട്ടാണ് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ക്ലിക്ക് 1 സ്ക്വയർ ദാറ്റ് ഷോസ് 2 ഐഡൻറ്റിക്കൽ ഒബ്ജക്റ്റ്, ഒരേപോലത്തെ 2 ഒബ്ജക്റ്റ് ഉള്ളത് ക്ലിക്ക് ചെയ്യുക, ഇതാണെന്ന് തോന്നുന്നു, അത് തന്നെയാണ്. സോ 2 ഒരേപോലത്തെ ഉള്ളത് ഏതാണ്? ഓക്കെ, സോ അത് ഓക്കെയാണ്. സോ ജസ്റ്റ് ക്രിയേറ്റ് അക്കൗണ്ട് അടിക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിലിലേക്ക് ഒരു കോഡ് വരും. സോ അത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഞാൻ ടെമ്പററി ഇമെയിലാണ് കൊടുത്തിട്ടുള്ളത്. സോ അതിലൊരു കോഡ് വന്നിട്ടുണ്ടാവും, 00656-837. നിങ്ങളുടെ ഇമെയിലിൽ ഒരു കോഡ് വന്നിട്ടുണ്ട്, അത് തന്നെ നിങ്ങൾ ഇതിൽ അടിച്ചു കൊടുക്കുക. 00656-837. കറക്റ്റാണ്. ഓക്കെ, ജസ്റ്റ് മീന്ന് കൊടുത്താൽ മതി. സ്റ്റുഡൻറ്റോ ടീച്ചർ അതെല്ലാം ഓപ്ഷനിലാണ്, കൊടുത്ത സീനൊന്നുമില്ല. ജസ്റ്റ് കണ്ടിന്യൂ അടിക്കുക. സോ ഇതിൽ ഫ്രീ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ ഫോർ ഫ്രീ. ഓക്കെ, സോ ഗിറ്റ് ഹബ് അക്കൗണ്ട് നിങ്ങളുടെ ഫൈനലി ക്രിയേറ്റ് ആയിട്ടുണ്ട്, അടിപൊളി ലോഗോയെല്ലാം വന്നിട്ടുണ്ട്. സോ ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഗിറ്റ് ഹബ് അക്കൗണ്ട്. ഓക്കെ, ഗിറ്റ് ഹബ് അക്കൗണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഒരു അക്കൗണ്ട്, ഇമെയിൽ അക്കൗണ്ടിൽ ഒരു ഗിറ്റ് ഹബ് അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നിങ്ങൾ ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ചാൽ ഇനിയപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ടെമ്പററി ഇമെയിലിൻ്റെ ആവശ്യമില്ല, അതും ക്ലോസ് ചെയ്യാം. സോ ഇനി നമുക്ക് വേണ്ടത് ഗിറ്റ് ബാഷ് ആണ്. ഗിറ്റ് ബാഷ് ഇനി ഈ ഗിറ്റ് ഹബിനെയും നമ്മുടെ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്ത ഗിറ്റ് എന്ന് പറഞ്ഞ സാധനമില്ലേ, ഗിറ്റ് നേരത്തെ കുറച്ച് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത്, ആ രണ്ടിനെയും കണക്ട് ചെയ്യണം. സോ അതിനു വേണ്ടി ഞാൻ ഗിറ്റ് ബാഷ് എന്ന് സെർച്ച് ചെയ്യാം. സോ അന്നേരം ഇങ്ങനെ ഒരു സാധനം വരും, ഗിറ്റ് ബാഷ്. ഓക്കെ, ഓപ്പൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഗിറ്റ് ബാഷ് നമ്മുടെ ഇതിൽ ഓപ്പൺ ആയി വരും, ഇങ്ങനെ ഒരു വിൻഡോ വരും. സോ ആദ്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ്
ഗിറ്റ് കോൺഫിഗ് ഗ്ലോബൽ യൂസർ നെയിം എന്നുള്ള ഈ ഒരു കീവേഡ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇതിൽ കോപ്പി ആവില്ലല്ലേ, സോറി. അപ്പം ഞാൻ തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വരും. ഗിറ്റ് കോൺഫിഗ് / ഓക്കെ ഗ്ലോബൽ യൂസർ ഡോട്ട് നെയിം. നിങ്ങൾ എന്താണ് യൂസർ നെയിം അവിടെ കൊടുത്തത്? ഞാൻ എന്താണ് കൊടുത്തത് ഗിറ്റബിൽ? ജിഷ്ണു സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ C കോഡർ 1 2 3. ഓക്കെ, അത് കൊടുത്തു നോക്കാം. ജിഷ്ണു കോഡർ 1 2 3. ഓക്കെ, എൻ്റർ അമർത്തുക. സോ ഗ്ലോബൽ യൂസർ നെയിം സെറ്റ് ആയിട്ടുണ്ട്. സോ അടുത്ത് എന്താണ്? ഗിറ്റ് കോൺഫിഗ് / ഗ്ലോബൽ യൂസർ ഡോട്ട് ഇമെയിൽ. നമ്മൾ എന്താണ് ഇമെയിൽ കൊടുത്തത്? സീനായി. ഇമെയിൽ ഇതിനകത്ത് ഉണ്ടാവില്ലേ? അത് സീനില്ല. ഇമെയിൽ നിങ്ങൾ എന്താണ് കൊടുത്തത് അത് കൊടുക്കുക കേട്ടോ. സോ ഞാൻ കൊടുത്തത്, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, വെഡിയാക് WEWDIYA പണി തന്നെ 821 @POGI ഇതെന്ത് സാധനം? GI.co. കറക്റ്റ് നിങ്ങളെ ജിമെയിൽ അഡ്രസ്സ് തന്നെ കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഗിറ്റ് ഹബ് ലോഗിൻ ചെയ്യുമ്പോൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് ഇല്ലേ, അത് തന്നെ കറക്റ്റ് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഏറ്റവും നല്ല പേര് എൻ്റർ അമർത്തുക. സോ യൂസറിന് ഇമെയിൽ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇനി ചെയ്യേണ്ടത് അടുത്ത കോഡ് എന്ന് വെച്ചാൽ സെറ്റിംഗ് SSH കീ ആണ്. സോ അതിന് വേണ്ടി ജസ്റ്റ് മൗസിൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും, മറ്റേ കീബോർഡിൽ കോപ്പി ചെയ്യുമ്പോഴാണ് കുറച്ച് ഇഷ്യൂ വരുന്നത്, ഇതിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ജസ്റ്റ് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എൻ്റർ അമർത്തുക. സോ ഇവിടെ ഒരു പോപ്പപ്പ് വരും, ജസ്റ്റ് ക്യാൻസൽ അമർത്തുക, രണ്ടും ക്യാൻസൽ അമർത്തുക. സോ ഒരു SSH കീ നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു PDF വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടോ അല്ല ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടോ ചോദിച്ചാൽ മതി, PDF വരും. സോ അതിനുശേഷം ജസ്റ്റ് ഈ ഒരു കോഡ് കോപ്പി ചെയ്യുക, ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നോക്കി ടൈപ്പ് ചെയ്താലും മതി. ജസ്റ്റ് എൻ്റർ അമർത്തുക. സോ ഈ ഒരു കോഡ് ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് തരാം. ഇപ്പോൾ ഈ ഒരു കീ കിട്ടിയിട്ടുണ്ടാവും, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഗിറ്റ് പ്രൊഫൈലിലേക്ക് വരിക. ഓക്കെ, സോ അത് ഇവിടെ വന്നിട്ട് സെറ്റിങ്സിലേക്ക് വരിക. സെറ്റിങ്സിലേക്ക് വന്നിട്ട് ഇവിടെ ഈ SSH GPG കീസ് ഉണ്ടാവും, ഇവിടെ വരിക. സോ ഇവിടെ ന്യൂ SSH കീ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ടൈറ്റിൽ ഗിറ്റ് ബാഷ് SSH കീ എന്ന് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം, നോ പ്രോബ്ലം. സോ ജസ്റ്റ് പേസ്റ്റ് അമർത്തുക, ആഡ് SSH കീ. ഓക്കെ, സോ ഒരു SSH കീ നമ്മുടെ ഗിറ്റബിളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഗിറ്റും ഗിറ്റ്ഹബും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു SSH കീ വെച്ചിട്ടാണ്. ഓക്കെ, സോ അതും കഴിഞ്ഞു. സോ ഇനി ഫൈനലായിട്ടുള്ള ഒരു കമാൻഡും കൂടി ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ഇതിലേക്ക് വരിക, റൈറ്റ് ക്ലിക്ക് അമർത്തുക, പേസ്റ്റ് ചെയ്യുക, എൻ്റർ അമർത്തുക. സോ ഫൈനലി നമ്മുടെ ഒരു മിനിറ്റ് യെസും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗിറ്റും ഗിറ്റ്ഹബും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മളിവിടെ സക്സസ്ഫുള്ളി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹായ് ജിഷ്ണു കോഡർ 1 2 3 യു ആർ സക്സസ്ഫുള്ളി ഔതന്റിക്കേറ്റഡ്. ഓക്കെ, സോ ഗിറ്റും ഗിറ്റ്ഹബും തമ്മിലുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ സക്സസ്ഫുള്ളി ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയാം, നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു PDF തരാം, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. സോ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ ഇനീഷ്യലി നമ്മുടെ ഗിറ്റ് ഇൻസ്റ്റാളും ചെയ്ത് ഗിറ്റ്ഹബ് സെറ്റപ്പും ചെയ്തു. സോ ഇനി അടുത്ത ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു കോഡ്, അതിപ്പോൾ നിങ്ങൾ ഏത് പ്രോജക്റ്റ് ആയിക്കോട്ടെ, ആ ഒരു കോഡ് നമ്മുടെ ഈ ഒരു ഗിറ്റ്ഹബിലേക്ക് എങ്ങനെ പുഷ് ചെയ്യാം,
അതിനുള്ള കുറച്ച് ഓപ്പറേഷൻസ് അതൊക്കെ എങ്ങനെ പഠിക്കാൻ നോക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടും. എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ലൈഫ് ടൈം സപ്പോർട്ടാണ്. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ടെക് ടീമൊന്നുമില്ല, ഞാൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്യൽ. ഓക്കെ, സോ സമയം കിട്ടുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ പിന്നെ എന്തായാലും നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാളേഷനിൽ എന്തെങ്കിലും എററോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ചോദിച്ചാൽ മതി, നമ്മൾ സെറ്റാക്കി തരുന്നതാണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് അടുത്ത വീഡിയോന് വേണ്ടി പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. വി വിൽ അപ്ലോഡ് സൂൺ. ഓക്കെ, താങ്ക് യു ഗൈസ്.